രാമചന്ദ്രൻ ഈ ചടങ്ങ് നടക്കുന്നതിനിടെ പ്രസംഗത്തിനിടെ കുഴഞ്ഞു വീണു. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. കടന്നപ്പള്ളി രാമചന്ദ്രൻ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നതിനിടെയാണ് കുഴഞ്ഞു വീണത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ ചടങ്ങ് പുരോഗമിക്കുന്നതിനിടെയാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ വേദിയിൽ കുഴഞ്ഞു വീണത്. ഫെലിക്സ് ചേരുന്ന വിവരങ്ങളുമായി. ഫെലിക്സ്, എന്താണ് ഉണ്ടായത്? ചടങ്ങിനിടെയാണ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കുഴഞ്ഞു വീണത്. ഈ പ്രസംഗത്തിനുണ്ടായത് തുടർന്ന് അദ്ദേഹം കുഴഞ്ഞു വീണു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പിന്നിലുണ്ടായിരുന്ന കണ്ണൂർ ജില്ലാ കളക്ടറും കമ്മീഷനും ചേർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് കുഴഞ്ഞു വീണ സമയത്ത് ബോധരഹിതനായിരുന്നു അദ്ദേഹം. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് നടന്ന് ആംബുലൻസിലേക്ക് കയറാൻ സാധിച്ചു എന്നതാണ്. അതുകൊണ്ട് വലിയ ഇല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. ഈ ചടങ്ങ് നടക്കുന്ന സമയത്താണ് അദ്ദേഹം പ്രസംഗം നടത്തിയതിനു ശേഷം അദ്ദേഹം വേദിയിൽ കുഴഞ്ഞു വീണത്. ശരി, ഫെലിക്സ് ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കടന്നപ്പള്ളി രാമചന്ദ്രൻ റിപ്പബ്ലിക് ദിന ആഘോഷത്തിനിടെ വേദിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. അദ്ദേഹത്തെ വാഹനത്തിലേക്ക് കയറ്റി വൈദ്യ പരിശോധനയ്ക്കായി ചികിത്സയ്ക്കായി കൊണ്ടുപോവുകയാണ്. പ്രസംഗിച്ച ശേഷം അതിന് തൊട്ടു പിന്നാലെയാണ് മന്ത്രി കുഴഞ്ഞു വീണത്. സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് കണ്ണൂരിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ കുഴഞ്ഞു വീണത്. അദ്ദേഹത്തെ തൊട്ടടുത്ത് നിന്നവർ വീഴുന്നതിന് മുൻപ് തന്നെ താങ്ങിയെടുക്കുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി.